അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധ റമളാനിന്റെ 22ാമത്തെ രാവിലേക്ക് നമ്മളിതാ കടന്നിരിക്കുകയാണ്. നാളെ പകൽ 22ാമത്തെ നോമ്പാണ്. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനെ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ഇന്നലെ നമ്മൾ ഒരുപാട് ദിക്റും സ്വലാത്തൊക്കെ പറഞ്ഞു. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ ഇഅ്തികാഫ് ഇപ്പോൾ മിക്ക പള്ളികളിലുമുണ്ട്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് തറാവീഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് വീട്ടിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് പള്ളിയിലേക്ക് വരുന്നു. പായും തലേണയൊക്കെ ആയിട്ട് വന്ന് പള്ളിയിൽ തന്നെ ഇബാദത്തിലായി ദിക്റിലും ഒരുപാട് ദിക്റിൻ്റെ മജ്ലിസ് ഉണ്ട്. പിന്നെ തസ്ബീഹ് നിസ്കാരം, പിന്നെ അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിൻ്റെ മജ്ലിസ്, സ്വലാത്തൊക്കെ ചൊല്ലി അവിടെ പള്ളിയിൽ തന്നെ കിടന്ന് ഉറങ്ങി ഏകദേശം തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പിന്നെ പള്ളിയിൽ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാകും. അതൊക്കെ കഴിച്ച് സുബഹി നിസ്കാരവും കഴിഞ്ഞിട്ട് പോകുന്ന ഒരു പരിപാടി, അതാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല പള്ളികളിലും. റമളാനിൻ്റെ അവസാനത്തെ പത്തിൽ അങ്ങനെ ഇഅ്തികാഫ് ഉള്ള ഒരുപാട് പള്ളികളുണ്ട്. നമ്മുടെ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് ഉൾപ്പെടെ വർഷങ്ങളായി ഇവിടെയൊക്കെ ഇഅ്തികാഫ് ഉണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് സഹോദരന്മാർ നമ്മുടെ ആ ഇഅ്തികാഫിന് വേണ്ടി വരാറുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ. റമളാനിൻ്റെ പുണ്യമുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും പരമാവധി ഈ ദിനരാത്രങ്ങൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അത് നല്ല മനസ്സാന്നിധ്യത്തോടെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. 22ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. റമളാനിൻ്റെ പുണ്യമുള്ള രാവുകൾ, പകലുകൾ അൽഹംദുലില്ലാഹ് നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള വലിയ നിഅമത്താണ്. അപ്പോൾ ആ നിഅമത്ത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പിന്നെ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ എൻ്റെ യുവാക്കളോടൊക്കെ പറയാനുള്ളത്, IPL തുടങ്ങുകയാണ്. അപ്പോൾ ഒന്ന് റാഹത്തായ റമളാനാണ്, വേറെ തിരക്കൊന്നുമില്ല. അപ്പോൾ രാത്രിയൊക്കെ തറാവീഹ് നിസ്കാരമൊക്കെ താഴെ നടക്കും. നമ്മൾ പള്ളിയുടെ മേലെ ഇരുന്നിട്ട് IPL കാണുന്നൊരു പരിപാടി ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അത് അള്ളാഹിനോടും ഈ റമളാനിനോടും കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. അതുകൊണ്ട് റമളാനിൻ്റെ പവിത്രത കളഞ്ഞു കുളിക്കുന്ന ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കാൻ പാടില്ല. അത് സ്നേഹത്തോടെ ഉണർത്തുകയാണ്. ഇനി ഒരാഴ്ച കൂടി മാത്രമാണ് റമളാൻ നമ്മളിൽ ഉണ്ടാവുക. അതുകൊണ്ട് ആ റമളാനിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷിയാക്കട്ടെ. ആമീൻ. നേരെ നമുക്ക് ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. കുല്ലു ദാഇൻ ദവാഉൻ വദവാഉ ദുനൂബി അൽ ഇസ്തിഗ്ഫാർ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല മരുന്ന് വെച്ചിട്ടുണ്ട്. പാപങ്ങളാകുന്ന രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾക്കുള്ള മരുന്നാകുന്ന ഇസ്തിഗ്ഫാർ നമുക്കൊന്ന് അധികരിപ്പിച്ചാലോ? പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നക അന്ത തവ്വാബുർ റഹീം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നക അന്ത തവ്വാബുർ الرحيم. أستغفر الله العظيم إنك أنت التواب 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 الرحيم. أستغفر
അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നക അന്തത് തവ്വാബുർ റഹീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നക അന്തത് തവ്വാബുർ റഹീം. പവിത്രതകളേറെ നിറഞ്ഞ റമളാൻ, ഈ റമളാനിൻ്റെ മൂന്നാമത്തെ പത്ത്, ഈ മൂന്നാമത്തെ പത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് അള്ളാഹുവിനോട് ചോദിച്ച പ്രധാനപ്പെട്ട 2 ദിക്റുകളിൽ ഒന്നാമത്തേത് സ്വർഗപ്രവേശനം ചോദിക്കലാണ്, നരകമോചനം ചോദിക്കലാണ്. അതാണല്ലോ ഒരു മുഅ്മിനിന്റെ ഏറ്റവും അത്യന്തികമായ ലക്ഷ്യം, സ്വർഗത്തിൽ കടക്കുക, നരകമോചനം കിട്ടുക. ആ പുണ്യമായ ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുകയാണ്. അല്ലാഹു തആല ഈ ദുആഇന്റെ, ഈ ദിക്റിന്റെ, ഈ ഒരു തേട്ടത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു സ്വർഗപ്രവേശനം തരുകയും നരകത്തിൽ നിന്നുള്ള മോചനം തരുകയും ചെയ്യുമാറാവട്ടെ. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ അഅ്തിഖ്നി, നീ എനിക്ക് ഇത്ഖ് നൽകണം, മോചനം നൽകണം, മിനന്നാർ, നരകത്തിൽ നിന്നും. പിന്നെ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, സ്വർഗത്തിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഒരു അടിമ ചോദിക്കുന്ന ഏറ്റവും നല്ല വാക്കാണ്, ഏറ്റവും നല്ല ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അത്? ഇൻഷാ അല്ലാഹ് അർത്ഥം മനസ്സിൽ കൊണ്ടുവന്ന് നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പറയുക. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين.
അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ 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 അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ റമളാൻ ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നിർത്താതെ നബി തങ്ങൾ ചൊല്ലിയിരുന്ന ഒരു ദുആയാണ്, ഒരു ദിക്റാണ് അടുത്തതായി നമ്മൾ പറയുന്നത്. അല്ലാഹുവിലേക്ക് മാപ്പിനെ ചോദിക്കുക. എങ്ങനെയത്? അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക നിശ്ചയമായും നീ അഫൂൻ നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ നീ മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതിനാൽ ഫഅഫു അന്നി നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എന്നാണ് ആ ദുആ. അപ്പൊ മാപ്പിനെ ചോദിച്ചിട്ടുള്ള ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഈ അവസാനത്തെ ദിനരാത്രങ്ങളിൽ രാവിലും പകലിലും ഒക്കെയായി ഒരുപാട് കണ്ട് നമ്മൾ പറയേണ്ട, പ്രത്യേകമായി നമ്മൾ മനസ്സാന്നിധ്യത്തോടെ പറയേണ്ട ഒരു ദുആയാണത്. അള്ളാഹുവിൻ്റെ മാപ്പിനെ നമ്മൾ പ്രതീക്ഷിക്കുക. അള്ളാഹു തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി നമ്മൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് വിടുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ചോദിച്ചോ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി 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 അല്ലാഹുമ്മ إنك عفو تحب العفو فاعف عني اللهم 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 إنك عفو تحب العفو فاعف عني. പരിശുദ്ധ റമളാനിന്റെ 1 മുതൽ 30 വരെ നമ്മൾ ഒരുപാട് ദിക്റുകൾ പറയാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് 1-ാമത്തെ 10, 2-ാമത്തെ 10, 3-ാമത്തെ 10. ഇപ്പോൾ 3-ാമത്തെ 10 പറയേണ്ട സ്പെഷ്യലായിട്ടുള്ള 2 ദുആകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ 2 ദുആ നമ്മൾ റമളാനിൻ്റെ ഏത് സമയത്തും പറയണം.
ഏത് സമയത്തും നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം, അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ ഈ ദുആ കഴിഞ്ഞിട്ട് 3 വട്ടം വീതം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം. പ്രത്യേകിച്ച് അവസാനത്തെ 10ന്റെ ഈ പുണ്യമായ രാവുകളിലും പകലുകളിലും ഫർദായ നമസ്കാരങ്ങൾക്ക് ശേഷം ഈ 2 ദുആകൾ നമ്മൾ പറയാൻ മറന്നു പോകരുത്. അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷന്മാർ പള്ളിയിൽ പിന്നെ എല്ലാവരും ഒന്നിച്ചങ്ങോട്ട് അതൊരു ആദത്തായി പതിവായി പറയുന്നത് കൊണ്ട് പുരുഷന്മാർ പറയും, പലപ്പോഴും ഉമ്മമാരത് മറന്നു പോവാറുണ്ട്. അത് മറക്കാൻ പാടില്ല. അപ്പോൾ ഈ 2 ദുആ മനസാന്നിധ്യത്തോടു കൂടി ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം പറയണം. അതോടൊപ്പം തന്നെ റമളാനിന്റെ 1 മുതൽ 30 വരെ എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ഷഹാദത്ത്, ഇസ്തിഗ്ഫാർ, സ്വർഗ്ഗപ്രവേശനം, നരകമോചനം ചോദിക്കുന്ന ആ ദുആ നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഏതാണത്? പറഞ്ഞേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. ഒരു ദിവസം ഒരു മനുഷ്യൻ നരകമോചനം ചോദിക്കുന്നു. എത്ര പ്രാവശ്യം? 3 വട്ടം. എങ്കിൽ നരകം പറയുമെന്നാണ്, അല്ലാഹുവേ അയാൾ എന്നെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ എന്നിലേക്ക് കടത്തല്ലേ എന്ന് നരകം പറയുമെന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം പറയും സ്വർഗത്തിൽ കടത്തണേന്ന്, നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചാൽ നരകം പറയും അല്ലാഹുവേ എന്നിലേക്ക് അവനെ നീ കടത്തരുതെന്ന്. അപ്പൊ നരകമോചനം ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി
മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ. വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്താൻ തൗബ അധികരിപ്പിക്കേണ്ട സമയമാണ്. തൗബ അധികരിപ്പിക്കേണ്ട സമയമാണ്. ചെയ്തുപോയ അബദ്ധങ്ങൾ, തെറ്റുകൾ, റമദാനിലും പലരും പല അബദ്ധങ്ങളും ചെയ്തു പോയവരാണ്. അള്ളാഹുവേ എല്ലാം പുറത്തു തരണേ അല്ലാ, എല്ലാം നീ മാപ്പാക്കണേ അല്ലാ എന്ന് നമുക്ക് തൗബ ചൊല്ലി ഈ മജ്ലിസ് നമുക്ക് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാ തൗബയുടെ വചനങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില ദുആകളുണ്ട്. അതിൽ ഒന്നാമതായി മഹത്തുക്കൾ പറയുന്നത് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്. ഏതാണത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. കേവലം അതൊരു ദുആയല്ല, അത് തൗബയാണ്, പ്രവാചകരുടെ തൗബയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളും ആ ഒരു തൗബയുടെ വചനം ഏറ്റുപറയണം. നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടണം. പറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ
ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين പുണ്യമായ റമദാൻ, ആ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ചില ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമ്മൾ ചൊല്ലിയ ദിക്റുകൾക്ക്, നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദുആയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഫാത്തിഹ ഓതാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
النار ربنا ارحم والدينا كما ربونا صغارا ربنا عليك توكلنا وإليك أنبنا وإليك المصير أرحم الراحمين ആയ കരുണയുള്ള റബ്ബേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഇബാദത്തുകളുടെ എല്ലാ തരത്തിലുള്ള പോരായ്മകളും പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, തെറ്റുകൾ പറ്റിയവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഈ റമളാനിന്റെ അവസാനത്തെ രാവുകളുടെ പകലുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി പാപമുക്തമായ ഒരു ജീവിതം നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ റമളാൻ അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ, പ്രതികൂലമായ സാക്ഷിയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ റമളാനിന്റെ പുണ്യമായ ദിനരാത്രങ്ങളിൽ റബ്ബേ നിന്നോടടുക്കാനും ഞങ്ങൾക്ക് ഈമാനും ഇസ്തിഖാമത്തും ഹിദായത്തും തവക്കുലും അധികരിപ്പിച്ചു കിട്ടാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയപ്പെട്ട പുണ്യമായ കാര്യങ്ങൾ അധികരിപ്പിച്ച് നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ റമളാനിന്റെ ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ ദിക്റുകൾ ചൊല്ലുന്നു, തസ്ബീഹുകൾ പറയുന്നു, സ്വലാത്തുകൾ പറയുന്നു, നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗികളാണ്. എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ റബ്ബേ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ, കരൾ കേടാക്കി കളയല്ലേ അല്ലാ, ശരീരം തളർത്തി കളയല്ലേ അല്ലാ. എപ്പോഴാണെങ്കിലും മരിക്കേണ്ടവരാണ്, നല്ല മരണം തരണേ അല്ലാ. റബ്ബേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ മോശപ്പെട്ട മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ശാന്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയെ ക്ഷയിപ്പിച്ച് കളയണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ ഉമ്മമാരാണ്, ഉപ്പമാരാണ് ഒരുപാട് സമയമെടുത്ത് അവരുടെ മനസ്സിന്റെ മുറാദുകൾ എഴുതുകയാണ് റബ്ബേ, പറയുകയാണ് അല്ലാ. അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ കമന്റായിട്ടും അതല്ലാതെ നേരിട്ടുമൊക്കെ കണ്ടു പറയുന്നുണ്ടോ റബ്ബേ, അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. വേദനകളുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, പ്രതിസന്ധിയിലായവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ. ഈ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, ഞങ്ങൾ ചൊല്ലിയ സ്വലവാത്തുകൾ അർഹമായ പ്രതിഫലം എന്താണോ അത് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഇനിയുള്ള ഈ പുണ്യമായ റമളാനിന്റെ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം തരണേ അല്ലാ. അതിന്റെ മഹത്വം നേടിയവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ പലരും കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ്. ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അല്ലാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ച റബ്ബേ ഒരുപാട് പേര് രോഗികളാണ്, രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾ, ഭർത്താക്കന്മാരുടെ, മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. പരീക്ഷ എഴുതുകയാണ് റബ്ബേ, പരീക്ഷ കഴിഞ്ഞു അല്ലാ. അല്ലാഹുവേ ഇനിയും പരീക്ഷകൾ വരാനിരിക്കുന്നു, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അപകട മരണങ്ങൾ കൂടുന്ന കാലമാണ്. അല്ലാഹുവേ ലഹരിയുടെ വിളയാട്ടമാണ് റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ലഹരിയുള്ള, അതുപോലെ ലഹരി പോലോത്ത മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ ഈ വിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ റമളാൻ അനുകൂലമാക്കണേ അല്ലാ. ഇനിയും ഞങ്ങൾ
ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്‌ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആഇനെ അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും ഈ മജ്‌ലിസിൽ പങ്കെടുത്തതിന് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാളെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബ സംഗമത്തിന് പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ ആ സദസ്സിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ സംഘാടകർ പറഞ്ഞു, ഉസ്താദെ, ഇത് ഒരുപാട് കുടുംബ അംഗങ്ങളുള്ള ഒരു സദസ്സാണ്. അപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ നീണ്ട വഅളല്ല ആവശ്യം. ഇവിടെ വേണ്ടത് ഒരു സൈക്കോളജിക്കൽ ക്ലാസ് ആണ്, ഒരു ഫാമിലി ക്ലാസ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞു. അവർ അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 10-45 മിനിറ്റോളം വരുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ അവിടെ എടുത്തത്. അതിൽ എങ്ങനെ നമ്മുടെ കുടുംബം നല്ല സുന്ദരമായി വലിയ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള ഒരു ടൈറ്റിലിൽ ഒരു ഫാമിലി ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിലൂടെ ആ ക്ലാസ് കണ്ടതാണ്. അൽഹംദുലില്ലാഹ്, അതിലൊരുപാട് നല്ല ഗുഡ് ഫീഡ്ബാക്ക് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞതാണ്, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, കണ്ടവരുണ്ടാവാം. കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് നമ്മുടെ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഒരു ഫാമിലി, ഒരു ഭാര്യ ഭർത്താക്കന്മാർ, മറ്റു കുടുംബത്തിലെ മറ്റാളുകൾ എങ്ങനെയാണ് പരസ്പരം പെരുമാറേണ്ടത് നമുക്കൊക്കെ അത് അറിയാം, പക്ഷേ പലപ്പോഴും നമ്മളത് അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബജീവിതം സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, ഇണക്കം എങ്ങനെ ഉണ്ടാക്കാം, പിണക്കം എങ്ങനെ മാറ്റാം, ഇണക്കമുള്ള ഒരു കുടുംബം എങ്ങനെയാവണം, വിശദമായ ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. അത് കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിച്ചവരും എല്ലാവരും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ് ആണിത്. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ, നേരെ വീഡിയോയിലേക്ക് പോകൂ.